നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP ദില്ലിയിൽ നടത്തുന്ന സമരം ഇതൊക്കെ പാർലമെൻറ്റിൽ ഇന്ന് ചർച്ചാ വിഷയമായി. പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള ബഹളമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. അതായത് പാർലമെൻറ്റിൽ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നായിരുന്നു നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ വാദം. അതിന് ഇന്ന് സർക്കാർ സമ്മതം മൂളി. ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് വകുപ്പനുസരിച്ചാണ് ചർച്ച വേണമെന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാമെന്നും എത്ര നേരം ചർച്ച വേണമെന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാമെന്നും ആ തീരുമാനമനുസരിച്ച് ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും ഇന്ന് മന്ത്രിമാർ ലോക്സഭയെ അറിയിച്ചു. ഇതനുസരിച്ച് സ്പീക്കർ ഇത് പ്രതിപക്ഷത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷം അതിനോട് സഹകരിക്കാൻ തയ്യാറായില്ല. പാർലമെൻറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് സമയമില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആദ്യം ചർച്ച വേണം എന്ന് പറയുന്നു, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചാലേ പാർലമെൻറ്റ് നടപടികളുമായി സഹകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം ഈ പാർലമെൻറ്റ് സെഷനിൽ സഹകരിക്കാതെ മാറി നിൽക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. കാരണം പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുകൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നിരയിൽ നിന്നും, അതായത് ഇന്ത്യ മുന്നണിയിൽ നിന്നും ഡസൻ കണക്കിന് MP-മാരാണ് NDAയിലേക്ക് വന്നത്. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി പൊളിഞ്ഞ് പാളിസായി. അവിടെ DMK പുതിയ ബ്ലോക്കായിരിക്കാൻ സ്പീക്കർക്ക് അപേക്ഷ കൊടുത്തു. മാത്രമല്ല വനിതാ സംവരണ ബില്ലിനടക്കം പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയുമാണ് സർക്കാരിന്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുഭൂരിപക്ഷം MP-മാരും പുതിയ പാർട്ടി രൂപീകരിച്ച് NDAയിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഡസൻ കണക്കിന് MP-മാരാണ് പ്രതിപക്ഷ നിരയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ഭൂരിഭാഗം MP-മാരും NDAയിലെത്തി. ആം ആദ്മി പാർട്ടിയിലെ രാജ്യസഭാ MP-മാർ NDAയിലെത്തി. ഇപ്പോൾ ഇതാ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCPയുടെ ശരത് പവാർ വിഭാഗവും NDAയിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. അതായത് 8ഓളം MP-മാരാണ് ശരത് പവാർ വിഭാഗത്തിന് ലോക്സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് ഭരണപക്ഷം. ഇത് മറച്ചുവെക്കാനാണ്, അതായത് പ്രതിപക്ഷ നിരയിലെ ദുർബലത മറച്ചുവെക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ബഹളം കാണിക്കുന്നത് എന്ന് വ്യക്തം. ചർച്ച ആവശ്യപ്പെട്ട് ബഹളം കാണിക്കുക, ചർച്ച അനുവദിച്ചപ്പോൾ രാജി ആവശ്യപ്പെടുക എന്നതാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നിരയോടൊപ്പം ആരാണ് ഇനി ഉള്ളത്? ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, അതായത് RJDയുടെ തേജസ്വി യാദവ്, മുലായം സിംഗിൻ്റെ പാർട്ടി, അതായത് ഇപ്പോഴുള്ള അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി എന്നുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അവശേഷിക്കുന്നത്. എന്നാൽ അവശേഷിക്കുന്ന ഇന്ത്യ മുന്നണിയിലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനകൾ ഇന്ന് പുറത്തു വന്നു. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ നീറ്റ് വിഷയത്തിൽ അല്ലെങ്കിൽ CJPയുടെ സമരത്തിൻ്റെ വിഷയത്തിലൊക്കെ ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിക്കുമ്പോൾ അത് സ്പീക്കറെ അറിയിക്കുമ്പോൾ, സ്പീക്കർ ഈ ലോക്സഭയെ അറിയിക്കുമ്പോൾ അഖിലേഷ് യാദവ് എണീറ്റ് നിന്ന് ഇന്ന് ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന അത് ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ചില വലിയ വിള്ളലുകൾ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, അതായത് അഖിലേഷ് യാദവ് പറഞ്ഞത്, കോൺഗ്രസിനെ ആളുകളെ സംസാരിക്കാൻ അനുവദിക്കുന്നു, BJPയിലെ ആളുകളെയും നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നു, മറ്റുള്ള പാർട്ടികളെ സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസും BJPയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അഖിലേഷ് യാദവ് ഉന്നയിച്ചത്. അതായത് പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഭരണപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന അഖിലേഷ് യാദവ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെ തള്ളിപ്പറയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി എന്നുവരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ്. ഇത് പ്രതിപക്ഷ നിരയിലെ ഒരു വലിയ വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും DMKയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മാത്രമല്ല, കൂടുതൽ പാർട്ടികൾ, അതായത് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസുമായി സഖ്യം ഉപേക്ഷിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ, ഇന്ന് തന്നെ ഉണ്ടായത് നാടകീയ രംഗങ്ങളായിരുന്നു. ഇതിലും നാടകീയമായ രംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ ബഹളം പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ നടത്തുകയാണ്. ഈ ബഹളം കാരണം നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകരുത്, മന്ത്രിമാരും ഭരണപക്ഷത്തെ MP-മാരും സംസാരിക്കുന്നത് ജനങ്ങൾ കേൾക്കരുത്, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിന്മേൽ ചർച്ച നടക്കുന്നത് ജനം കേൾക്കരുത്. ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. നിർണായകമായ ബില്ലുകൾ
മടങ്ങി വരാനിരിക്കുകയാണ്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരാജയപ്പെടുത്തിവിട്ട, കോൺഗ്രസും കൂട്ടുകാരും കൂടി പരാജയപ്പെടുത്തിവിട്ട അതേ ബില്ലുകൾ തന്നെ ഇതാ തിരിച്ചു വരാൻ പോകുന്നു. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2/3 ഭൂരിപക്ഷം പിന്തുണ പോലും ഈ ബില്ലുകൾക്ക് ലഭിച്ചേക്കാം എന്ന സാഹചര്യം പാർലമെന്റിലുണ്ട്. ഇത് മറച്ചു വയ്ക്കാനാണ് വലിയ രീതിയിൽ നീറ്റ് പ്രക്ഷോഭം ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പ്രതിരോധിക്കുന്നത്. ഇത് സത്യത്തിൽ ഭരണപക്ഷത്തെ ആക്രമിക്കുന്നതല്ല, യഥാർത്ഥ വസ്തുതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. പാർലമെന്റ് ശരിയാവണ്ണം നടന്നാൽ എന്താണ് പ്രതിപക്ഷം, ആരാണ് പ്രതിപക്ഷമെന്ന് ലോകത്തിന് കാണാൻ കഴിയും. എന്നാൽ അത് കാണാതിരിക്കരുത്, അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കപ്പെടണം എന്ന ഒരു അജണ്ടയോടുകൂടിയാണ് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് പാർലമെന്റിൽ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ടാണെങ്കിൽ പോലും പാർലമെന്റ് അതിൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമെന്നുറപ്പാണ്. കാരണം നിർണായകമായ ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാകാനിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. എന്തായാലും അതിൻ്റെ ചില നടപടികൾ ഇപ്പോൾ സ്പീക്കർ തുടങ്ങി വച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ സമ്മേളനകാലം തീരുന്നതുവരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ ചെയ്തത്, ഈ ബഹളത്തിനിടയിൽ വിമതപക്ഷക്കാരായ, അതായത് തൃണമൂൽ കോൺഗ്രസ് രണ്ടായി പിളർന്നിരുന്നു. അതിൽ ഭൂരിഭാഗവും MP-മാരും NDA പക്ഷത്ത് ആണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വിമതപക്ഷത്തേക്ക് പോയ, യഥാർത്ഥത്തിൽ ഭൂരിഭാഗം MP-മാരും അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം പോലും പ്രാബല്യത്തിൽ വരുത്താൻ കഴിയാത്ത വിധത്തിലാണ് ഭൂരിഭാഗം MP-മാരും അങ്ങോട്ടേക്ക് പോയത്. ആ MP-മാരിൽ ചിലരെ തെറി വിളിച്ചതിനാണ്, പാർലമെന്റിനകത്ത് വെച്ച് പച്ച തെറി വിളിച്ചു എന്നതാണ് കല്യാൺ ബാനർജി ചെയ്തത്. വനിതാ MP-മാർക്ക് നേരെ പോലും തെറി അഭിഷേകം നടത്തുകയായിരുന്നു ഈ കല്യാൺ ബാനർജി. അതേ കല്യാൺ ബാനർജിയാണ് ഇപ്പോൾ സ്പീക്കർ തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുന്നത്. ഈ സമ്മേളനകാലം കഴിയുന്നത് വരെ സഭയ്ക്കകത്തേക്ക് കടക്കരുത് എന്നാണ് ഇപ്പോൾ കല്യാൺ ബാനർജിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇങ്ങനെ ഒട്ടനവധി നാടകീയ രംഗങ്ങളാണ് പാർലമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും കൂടുതൽ സംഭവങ്ങൾ സംഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. നിർണായകമായ ബില്ലുകൾ വരാൻ പോകുന്നു, അതിൽ ചർച്ചകൾ നടക്കാൻ പോകുന്നു. അതുമായി പ്രതിപക്ഷം എങ്ങനെ സഹകരിക്കും? ഇപ്പോഴത്തെ നിരാഹാര സമരം, കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം, ഇതെല്ലാം എങ്ങനെയായിരിക്കും പാർലമെന്റിൽ പ്രതിഫലിക്കുക? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MP-മാരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും മാർച്ച് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ മുഴുവൻ MP-മാർ പോലും പങ്കെടുത്തില്ല എന്നുള്ള ഒരു വാസ്തവം അവിടെ നിൽക്കുന്നു. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം ആ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ അതിനുശേഷവും പ്രക്ഷോഭം തുടരുകയാണ്. ഹൈ സെക്യൂരിറ്റി മേഖലയിലേക്ക് ഇവർ ഇടിച്ചു കയറുന്നു. അപ്പോൾ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതായിരുന്നു. പക്ഷേ മുതിർന്ന നേതാക്കളാണ് എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ അയച്ച് സർക്കാർ അതിനകത്ത് അനുനയ ശ്രമം നടത്തി. പക്ഷേ അനുനയത്തിന് അവർ വഴങ്ങിയില്ല. ആദ്യം പാർലമെന്റിൽ ചർച്ച നടത്താൻ അനുവാദം വേണം എന്നായിരുന്നു ആവശ്യം. അത് അനുവദിച്ചു കൊടുത്തപ്പോൾ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി വീണ്ടും പ്രതിപക്ഷം രംഗത്ത് വരികയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പൊതുജനങ്ങൾക്കടക്കം ശല്യമാകുന്ന രീതിയിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനകത്ത് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ നടക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ചില ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പാർലമെന്റിനകത്ത് സമരം നടക്കുന്നത്. ആ സമരത്തിനിടയിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നതിനപ്പുറം പ്രതിപക്ഷത്തിൻ്റെ ഒരു അനൈക്യം, പ്രതിപക്ഷത്തിൻ്റെ ഒരു തകർച്ച, ഇതൊക്കെ മറച്ചു വയ്ക്കപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബഹളമുണ്ടാക്കിക്കൊണ്ട് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ.